കുറ്റിശ്ശേരിലാണ്. കുറ്റിശ്ശേരിൽ ഒരു 5-6 വർഷമായിട്ട് എല്ലാ പെരുന്നാളിനും കൊടുക്കുന്ന ഒരു ചായ സൽക്കാരുണ്ട്. വൈകുന്നേരം ഒരു 4 മണിക്ക് അസ്ര നമസ്കാരം കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു ചായ സൽക്കാരാണ്. ആ ചായ സൽക്കാരത്തിലേക്കാണ് ഞാനിപ്പോൾ വന്നത്. ഇതാണ് ഒരു ചായയും കിട്ടും, ഇതിന്റെ കൂടെ ഒരു കേക്കും. ഇതൊക്കെ ഫ്രീ ആണ്. ഒരു 6 വർഷം പോലെ ആയി ഇവർ നടത്തുന്നത്. അപ്പൊ നമുക്ക് കുറ്റിച്ചിറ എന്താണ്, കുറ്റിച്ചിറന്റെ കൾച്ചറൽ എന്താണ്, കുറ്റിച്ചിറന്റെ പൈതൃകം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഒന്ന് പോയി നോക്കിയാലോ. ആദ്യം ഞാൻ ഈദ് മുബാറക്കിന്റെ ആശംസ അറിയിക്കുകയാണ്. ഞാൻ കുറച്ച് ലൈറ്റ് ആയി പോയി ആശംസ അറിയിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ കുറ്റിച്ചിറയിലുള്ള, കുറ്റിച്ചിറ എന്ന് പറയുന്ന ഒരു പൈതൃക നാടാണ്. കോഴിക്കോടിന്റെ തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന കുറ്റിച്ചിറയിലെ ഇവിടെ ഏവർക്കും പെരുന്നാൾ ആശംസകൾ. വൈകിട്ട് ചായ സൽക്കാരം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് 6-7 വർഷമായി ഇത് കോഴിക്കോട് കുറ്റിച്ചിറയിൽ ഈ വ്യക്തികളെ തുടങ്ങിയത്. അപ്പൊ ഇതാണ് കേക്ക് കൊടുക്കുന്നുണ്ട്, നല്ല അടിപൊളി ചായ ഉണ്ട്. നല്ല ബൂസ്റ്റ് ഇട്ട ചായ ആണ്. ഇതാണ് നമ്മളെ കുറ്റിച്ചിറന്റെ ഗ്രീൻ സ്റ്റാറിന്റെ റഫീഖ് എന്ന് പറയും. റഫീഖ്, എന്താണ് നമ്മളെ ഈ ചായ സൽക്കാരത്തിനെ പറ്റി പറയാം? കുറ്റിച്ചിറയിലെ ആദിത്യ മര്യാദയുള്ള ആളുകളാണ്. പുറത്തുനിന്ന് വരുന്ന ആളുകളെ സൽക്കരിക്കുക, സ്വീകരിക്കുക. ഇവർക്ക് മാത്രം അർഹതപ്പെട്ട ഒരു സേവനമാണത്. മറ്റുള്ള പുറത്തുള്ള ആര് വന്നു കഴിഞ്ഞാലും ഒരു സ്വീകരിക്കുക, സൽക്കരിക്കുക എന്നുള്ളത് കുറ്റിച്ചിറയുടെ ഒരു പ്രത്യേകത. ഇവിടെ കുറ്റിച്ചിറയിൽ എന്ന് പറഞ്ഞാൽ ഫുഡിന് ഭയങ്കര ഒരു ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ഒരു താഷ്കന്റ് ഹോട്ടൽ. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു ചാമ്പ്യൻ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞു. കേരളത്തിൽ ഉടനീളം അറിയപ്പെടുന്ന 2 റെസ്റ്റോറന്റുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ എടയിൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എടയിൽ ഹോട്ടലുണ്ട്. അതുപോലെ ഇവിടെ തന്നെ അറിയപ്പെടുന്ന ഒരു മിഷ്കാൽ പള്ളിയുണ്ട്, മുച്ചുന്തി പള്ളിയുണ്ട്, അതുപോലെ ജുമാത്ത് പള്ളിയുണ്ട്. എന്താണ് കുറ്റിച്ചിറന്റെ പൈതൃകത്തിനെ പറ്റി പറയാനുള്ളത്? ഈ സേവനത്തിന് എന്താണ് ഇഷ്ടപ്പെടുന്ന? ഇത് കാര്യമാണ്. ഇവിടെ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല. പല വൈപോക്കരും വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു കാര്യമാണ്. പൊതുവെ കുറ്റിച്ചിറ എന്ന് പറയുന്ന ഹോട്ടലില് ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ ഉള്ള സ്ഥലമാണ്. ഈ പെരുന്നാൾ അതിനെ കൊണ്ട് എല്ലാവരും ലീവാണ്. അപ്പോ ഇവിടെ നല്ലൊരു ആരായാലും ഈ അഭിനന്ദനം അറിയും. 2 ചങ്കുകളാട്ടോ. ചങ്കളെ ഇവിടുത്തെ ചായ ലൈവില് ഫ്രീ കിട്ടുന്ന എങ്ങനെയുണ്ട്? സൂപ്പർ ചായ അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇതും പറ. ഇവിടെ ഒരു 6-7 വർഷം പോലെ ആയി ചായ സൽക്കാരം തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് ഇവിടെ ആൾക്കാർ പറയുന്നത് കോഴിക്കോട് കുറ്റിച്ചിറ എന്ന് പറയുന്ന കോഴിക്കോടിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന അല്ലേ? അങ്ങനെ ഒന്ന് പറയാം. സത്യം പറഞ്ഞാൽ കോഴിക്കോടിന്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ തലസ്ഥാനം, അങ്ങനെയുള്ള ഒരു അതിലുള്ള ഹിസ്റ്റോറിക്കൽ പ്രത്യേകിച്ച് കുറ്റിച്ചിറ എന്ന് പറയുന്ന ഒരു പൈതൃക നാട് അല്ലേ? തീർച്ചയായും. ഇവിടെ പൈതൃക നാടിനുപരി ഒരുപാട് ഹോട്ടലുകളിൽ നിന്നാണ് അറിയപ്പെടുന്നത്. ചാമ്പ്യൻ ഹോട്ടൽ, താഷ്കന്റ്, എടയിലെ ഹോട്ടൽ. ഈ ഹോട്ടലൊക്കെ തിങ്ങി പാർക്കുന്ന കുറ്റിച്ചിറയിലാണ് ചായ സൽക്കാരം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് പെരുന്നാൾ ദിനമായിട്ട് അല്ലെങ്കിൽ റമദാനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഹോട്ടലുകൾ പൂർണ്ണമായിട്ടും ഒരു മാസം തുറക്കാറില്ല. പെരുന്നാൾ ദിനമായിട്ട് ഇവിടെ പ്രദേശവാസികൾക്കും കുറ്റിച്ചിറയുടെ മനോഹാരിത കാണാൻ വേണ്ടിയിട്ട് വെളിയിൽ നിന്നും വരുന്ന ആളുകൾക്കും ഒരു തുള്ളി വെള്ളം കിട്ടാനുള്ള സാഹചര്യം കുറവാണ്. കാരണം പെട്ടിക്കടകളായാലും മറ്റുള്ള ഷോപ്പുകളായാലും ഹോട്ടലുകളായാലും ഒക്കെ ഇന്നത്തെ ദിവസത്തിൽ ക്ലോസ്ഡ് ആണ്. അപ്പോ മഹത്തായ ഒരു സൽക്കർമാണിത്. പൊതുവെ കുറ്റിച്ചിറ എന്ന് പറയുന്നത് ആതിഥ്യ മര്യാദ എന്നുള്ളത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഈ ആതിഥ്യ മര്യാദ ഇതാണോ? ഈ ഫുഡിന്റെ ആണോ ആതിഥ്യ മര്യാദ? ആതിഥ്യ മര്യാദ ഫുഡിൽ മാത്രമല്ല. ആതിഥ്യ മര്യാദ ഒരാൾക്ക് സുഖമില്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ചികിത്സാ സംബന്ധമായിട്ടോ ഇനി ഏതെങ്കിലും നാട്ടുകാർ ഇവിടെ തലചുറ്റി വീഴേ അല്ലെങ്കിൽ ഒരു കൈ നീട്ടേണ്ട ആവശ്യം വരികയോ ചെയ്താൽ അത് എവിടെയുള്ള ആളാണ് എന്താണെന്ന് പോലും നോക്കാറില്ല. അത്രയും ജനസേവനാണ് കുറ്റിച്ചിറക്കാർ ചെയ്യുന്നത്. മെഡിക്കൽ പരമായിട്ടൊക്കെ തീർച്ചയായിട്ടും പല ആളുകൾക്കും വളരെ നല്ലൊരു ഇതാണ്. ഹോട്ടലുകൾ തിങ്ങി പാർക്കുന്ന കുറ്റിച്ചിറയിൽ ഈ റംസാന്റെ സമയത്ത് ഹോട്ടലുകൾ തുറക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവിടെ ഒരു ചായ കൊടുക്കല് വലിയ അനുഗ്രഹം തന്നെയാണ്. അസ്സലാമു ഇത് നമ്മളെ കുറ്റിച്ചിറന്റെ ഒരു കാരണവരാണ്. കാരണം എന്ന് പറഞ്ഞാല് മാപ്പിളപ്പാട്ട്, അതുപോലെ എന്ത് ദഫുമാട്ടോ ഓട്ടോ എന്ത് പാട്ടോ എന്ന് പറഞ്ഞ് ഒപ്പനപ്പാട്ടുകൾ. ഒപ്പനപ്പാട്ടില് അറിയപ്പെടുന്ന ഉസ്മാൻ ഗോയ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇവിടുത്തെ ഒരു പ്രഗത്ഭ തറവാട്ടിലെ ഒരു കാരണവരാണ്, കുറ്റിച്ചിറന്റെ കാരണവർ കൂടിയാണ്. എന്താണ് ഇവിടെ ചായ സൽക്കാരത്തിനെ പറ്റി പറയാനുള്ളത്? നല്ല
ഇനി ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്ര ഒരു ചായ വലിയ ജനങ്ങൾക്ക് ഉപകാരപ്പെടും. ഉപകാരപ്രദമാണ്. ആരും എല്ലാ ചെയ്യുന്ന ഒരു അക്ഷരം മിണ്ടില്ല. എല്ലാരും നല്ല സപ്പോർട്ട് ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഹോട്ടലൊക്കെ ലീവാണല്ലോ. ലീവാണ്. അപ്പൊ അസസ്കരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ചായ കിട്ടല് വലിയ റാത്താണ്. അപ്പൊ അബ്ദുള്ളക്കിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് കുറ്റിച്ചേറിന്റെ മേന്മ? കുറ്റിച്ചേറിന്റെ ആദിത്യ മര്യാദ എന്ന് പറയുന്നത് ഈ ചായ കൊടുക്കലാണോ? ഞാൻ നല്ല മര്യാദയാണ്. ഇത് സ്കൂൾ ഹോട്ടലൊന്നും ഇല്ല, സൗകര്യത്തിൽ ചായ കുടിക്കുക, പ്രശ്നമില്ല. പള്ളിയിൽ ഇറങ്ങി കഴിക്കൊക്കെ ചായ കുടിക്കാനായി. സംസ്കാരം കഴിഞ്ഞാൽ ഇവിടെ ചായ ഉണ്ടെന്നായി. ഈ ചായ അല്ലാതെ വേറെ എന്തെല്ലാം നന്മകളാണ് കുറ്റി സർക്കാർ ചെയ്യുന്നത്? പല നമ്മൾ ചെയ്യുന്നത് കിട്ടിത്തറ പല നന്മകൾ. അത് ഒന്നും ശരിക്കും പറഞ്ഞറിയിക്കാത്ത തന്നെ സോഷ്യൽ മീഡിയ വഴി അറിയണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ ചെയ്യുന്ന സഹായങ്ങൾ. മറ്റുള്ള അറിയുന്നത് വലത്തെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഇടത്തെ കൈ അറിയരുത് എന്നുള്ള അതാണ് കുറ്റിച്ചിറ. കുറ്റിച്ചിറനെ അറിയണമെങ്കിൽ നിങ്ങൾ കുറ്റിച്ചിറിലേക്ക് വരണം. കുറ്റിച്ചിറിന്റെ ഫുഡ് കൾച്ചറിനെ പറ്റിയിട്ട് പഠിക്കണം. ഇവിടുത്തെ തറവാടിനെ പറ്റി പഠിക്കണം. അതുപോലെ ഇവിടെ പള്ളികളുണ്ട്. മിറ്റാൽ പള്ളിനെ പഠിക്കണം. ജുമാത്ത് പള്ളി, മുച്ചന്തി പള്ളി. അതുപോലെ ഒരു 400 വർഷമുള്ള കുറ്റിച്ചർ കുളത്തിനെ പറ്റി പഠിക്കണം. അപ്പോ എന്തായാലും ഒരു ദിവസം കുറ്റിച്ചേറിലേക്ക് കേരളത്തിന്റെ പുറത്തുനിന്ന് ആൾക്കാർക്ക് സ്വാഗതം അല്ലെ? സ്വാഗതം അല്ലേ കുറ്റിച്ചേറിലേക്ക്? അപ്പൊ ഒരു ദിവസം വന്നു.